കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും ഗോവിന്ദും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് രഞ്ജുവും രേഖയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കടന്നു വരുന്നേ. പെട്ടെന്ന് രഞ്ജു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതെ കഥമൊക്കെ അടച്ചിട്ടിട്ടാവാം ഈ പ്രണയ സല്ലാപം എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഗീതവും ഗോന്നും പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് നോക്കണം. അപ്പത്തേക്ക് അവരെ കണ്ടത്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതെ ഈ സമയത്ത് മുറിയിലേക്ക് വരേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കയറി വന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രേഖ പറഞ്ഞു, ഓ ഇപ്പം നമ്മളാണ് കുറ്റക്കാരെന്ന് പറയണേ. അല്ല എന്താ രണ്ടുപേരും കൂടെ ഒരു കള്ളച്ചിരിയൊക്കെ മുഖത്തുണ്ടല്ലോ എന്ന് പറയും. ഏയ് ഞങ്ങൾ ഈ രംഗമൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് ചിരിച്ചു പോയതാന്ന് പറയാണ്. പിന്നീട് ഗീതനോട് വന്നിട്ട് പറഞ്ഞു, അല്ലെ പ്ലാൻ നടപ്പാക്കണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണം. ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറയാം. ഇത് കേട്ട ഗോന്നിച്ച് എന്ത് പ്ലാൻ നടപ്പാക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. രേഖ പെട്ടെന്ന് പറഞ്ഞു, അതെ രഞ്ജുവിനെ ഇഷ്ടമില്ല പ്രിയയ്ക്ക്. അങ്ങനെയാണെങ്കിൽ പ്രിയയുടെ കാര്യങ്ങൾ രഞ്ജു കൂടുതൽ നോക്കാനായിട്ട് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ പ്രിയ എതിർപ്പ് കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അവളൊരു ചിലപ്പോൾ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. കാരണം അവൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ, ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഷോക്ക് അവൾക്ക് ഉണ്ടാവും എന്നറിയാലോ. പ്രിയനെ പ്രിയയ്ക്ക് രഞ്ജുവിനെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇത് കേട്ടപ്പം കൊന്നിച്ച് അതൊക്കെ നടക്കുന്ന കാര്യമാണോ, അതെന്താ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിപ്പോയി രഞ്ജുവിന്. രഞ്ജു പറഞ്ഞ് പാവം ഇപ്പം ഒരു മിണ്ടാപ്രാണിയെ പോലെ അത് കിടക്കുന്നത്, അതിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയാം. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ നമ്മുടെ പ്രിയയുടെ ജീവിതമാണ് നോക്കണ്ടേ. പ്രിയൻ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടേ കാര്യമുള്ളെന്ന് പറയണം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, എന്തിനും ഏതിനും എനിക്ക് സമ്മതമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, പ്രിയയ്ക്കുള്ള കഞ്ഞിയായിട്ട് ഇന്ന് രഞ്ജുവാണ് മുറിയിലേക്ക് ചെല്ലട്ടെ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോളാം, ഞങ്ങൾ പുറത്ത് ജനലിൻ്റെ അവിടെ നോക്കി നിന്നോളാം. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ എന്ന് പറയണം. ഒരു പക്ഷേ എങ്കിൽ കഞ്ഞിയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് കഞ്ഞി മേടിക്കേണ്ട വാ തുറക്കില്ല. കാരണം രഞ്ജുവിന് അത്രയ്ക്ക് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ തുപ്പിക്കളയും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം എന്താ മാറ്റം ഉണ്ടാകും നോക്കാം എന്നൊക്കെ പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ എടുത്ത് രേഖ രഞ്ജുവിനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രഞ്ജു കഞ്ഞിയൊക്കെ ആയിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുക. അവർ ജനലിൻ്റെ അവിടെ നോക്കി നിൽക്കുക എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്നു കഞ്ഞിയായിട്ട് വന്ന് നിൽക്കുന്ന രഞ്ജുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയ കുറച്ച് സമയം ഇങ്ങനെ നോക്കി. പ്രിയയുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു ഭാവങ്ങളൊക്കെ മിന്നി മറയണം. ആകപ്പാടെ രഞ്ജു ടെൻഷൻ അടിച്ച് നിൽക്കുക, എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അതെ കഞ്ഞി കുടിക്കുക, ഇന്ന് ഞാനാ പ്രിയക്ക് കഞ്ഞിയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ കഞ്ഞി സ്പൂണും അങ്ങോട്ട് ചുണ്ടുവാഴ അഴിപ്പിക്കാൻ ശ്രമിക്കാത്തതിന് പെട്ടെന്ന് തന്നെ പ്രിയ അങ്ങോട്ട് കണ്ണടയ്ക്കുവാണ്. അതായത് രഞ്ജുവിന് മനസ്സിലായി തന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും കണ്ണടച്ചത്. ജനലിൻ്റെ അരികിൽ നിന്ന് ഗോവിന്ദനും ഗീതുവിനെയും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുവാണ് രഞ്ജു ഈ സമയത്ത്. പിന്നീട് രഞ്ജു ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും പ്രിയയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുക. അതിന് കാരണം മറ്റൊന്നുമല്ല, അന്ന് കുഞ്ഞിന് വായിക്കത്തേക്ക് തുള്ളിമരം ഒഴിച്ചു കൊടുത്ത സമയത്ത് അത് രഞ്ജു കണ്ടോണ്ട് അങ്ങോട്ട് വന്നത്. പക്ഷേങ്കിൽ ആ കാര്യം പ്രിയയ്ക്ക് പറയാൻ പറ്റിയില്ല ഗോവിന്ദനോടും ഗീതനോടും ആരോടും. പക്ഷെ ആ കാര്യം ആ സമയത്ത് വിളിച്ചു പറഞ്ഞ് രാധികാമ്മയുടെ കള്ളത്തരം വിളിച്ചു പറഞ്ഞ് അന്ന് രഞ്ജുവാണ്. ആ നന്ദിയും കടപ്പാടും തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ, തന്നെയും കുഞ്ഞിനെ ഇവർക്ക് കാര്യമാണല്ലോ, താൻ ഇവരെ ശത്രുവിനെ പോലെ കണ്ടേ, എന്നിട്ട് തന്നോട് സ്നേഹമാണല്ലോ എന്നൊരു ചിന്ത പ്രിയയുടെ മനസ്സിലുണ്ടായി. അതുകൊണ്ടാണ് കണ്ണ് നിറഞ്ഞത്. ഇതെന്താ കരയണേ, എന്തിനാ കണ്ണ് നിറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രഞ്ജു അവരെ തിരിഞ്ഞു നോക്കുക, ഗീതനും ഗോവിന്ദനെയും ഒക്കെ. പിന്നീട് അവർ പറഞ്ഞ് ചോറ് കൊടുക്കാൻ ശ്രമിക്കാൻ പറയാണ്. അങ്ങനെ വീണ്ടും കഞ്ഞി കൊടുക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും പ്രിയയുടെ ചുണ്ടുകൾ ഇങ്ങനെ വിതുമ്പുന്നുണ്ട്. ഒരു സോറ് പറയാനായിട്ട് ഇങ്ങനെ സോറി പറയാൻ വരുന്നില്ല, പക്ഷെ ഇങ്ങനെ സോറ് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടതും ഒരു കാര്യം രഞ്ജുവിന് ഉറപ്പായി, തന്നോട് സോറ് പറയാനായിട്ടാണ് വരുന്നത്. അറിയാതെ രഞ്ജുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ ഗീതവും ഗോവിന്ദും അവരെല്ലാവരും അകത്തേക്ക് കയറി വരുവാണ്. അകത്തേക്ക് കയറിയുമ്പം പ്രിയയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വീഴുക. പ്രിയ കരയുന്ന കണ്ടത്. ഇത് കണ്ടതും എന്തെന്നില്ലാത്ത സന്തോഷമാണ് രഞ്ജുവിന് തോന്നിയത്. കാരണം തന്നോട് ഇപ്പൊ പണ്ടത്തെ പോലെ സ്നേഹം തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് രഞ്ജു പ്രിയയുടെ വായിലേക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ്. പ്രിയയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു രഞ്ജു തന്നെ ഇങ്ങനെ നോക്കുന്നതിൽ. പിന്നീട് സന്തോഷത്തോടു കൂടിയിട്ട് കഞ്ഞി വാങ്ങിച്ചു കുടിക്കുകയാണ്. ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഗീതുവിനും ഗോവിന്ദനും ഒരു കാര്യം ഉറപ്പായി. കാരണം പഴയതുപോലെയല്ല, ഇപ്പോൾ ആ ശത്രുതയൊന്നുമില്ല. ഗോവിന്ദ് ഗീതുവിനോട് കണ്ടില്ലേ, എന്നാലും ഒരു കാര്യം ഉറപ്പായി, രഞ്ജുവിനോട് ആ പഴയ ആ ദേഷ്യവും വൈരാഗ്യമൊന്നും ഇപ്പൊ പ്രിയക്കില്ല. പ്രിയ രഞ്ജുവിനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറയാണ്. അങ്ങനെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രേഖ പറഞ്ഞു, അല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിയില്ലെന്നോ എന്ന് പറയാണ്. ഇത് കേട്ടാൽ ഗീത പറഞ്ഞു, ആര് പറഞ്ഞു? സോറി പറയാനായിട്ട് ആ ചുണ്ടുകൾ വിരുമ്പീത് കണ്ടോ, അപ്പൊ അതിനർത്ഥം എന്താ, പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ സംസാരിക്കാൻ പറ്റുമെന്നല്ലേ അതിനർത്ഥം. ഇപ്പൊ കണ്ടില്ലേ
ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ പ്രിയമോള് സംസാരിക്കുകയും ചെയ്യും, എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും നമ്മളെല്ലാവരും കൂടി കൂടിച്ചേർന്ന് അവളെ നടത്തുകയും ചെയ്യും, സംസാരിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയാണ്. ഗീത പറഞ്ഞു, കണ്ണേടൻ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ അല്ലേ കൂടെയുള്ളേ, ഉറപ്പായിട്ടും ഇതൊക്കെ സംഭവിക്കുമെന്ന് പറയാം. പിന്നീട് ശ്രീജയും കിഷോറിന്റെ അമ്മ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക, ഇതുവരെയായിട്ടും എന്താ കിഷോർ ഇങ്ങോട്ട് വരാത്തെ, ഇത്ര സമയമായല്ലോ, ജോലി തിരക്ക് കാണുമായിരിക്കും എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പത്തേനും അപർണിക താഴേക്ക് ഇറങ്ങി വന്നു. അപർണിക വന്നു കഴിഞ്ഞ് പറഞ്ഞു, അല്ല കിഷോർ ഇതിലായിട്ടും വന്നിട്ടില്ല എന്ന് പറയണ. അവര് വരും അമ്മയെന്ന് പറയാണ്. അതെ, തിരക്ക് കാണുമായിരിക്കും, കാരണം കടയില് നല്ല തിരക്ക് കാണുമെന്ന് പറയണേ. കടയിൽ നല്ല തിരക്കോ? അപ്പത്തേനും കിഷോർ അങ്ങോട്ട് വന്നു. കിഷോർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ എന്ത് ചെയ്യണം, അപർണയുടെ അടുത്ത് ഒന്നുകൂടെ പറ്റിച്ചേർന്നെടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, അതെ ഇതെന്റെ സ്വന്തം ചേച്ചി തന്നെയാ, അതെ ഞങ്ങൾ ഒരമ്മയുടെ മക്കളാ, കാരണം അത്രയേറെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപർണയെ ചേർത്ത് പിടിക്കുകയാണ്. ശ്രീജയ്ക്ക് അറിയത്തില്ല ഒരു കമ്പ്യൂട്ടർ സെന്റർ മാത്രം എഴുതി കൊടുത്തെന്നുള്ള കാര്യം. ഇത് കണ്ടുകൊണ്ടുവന്ന് കിഷോർ പറഞ്ഞു, ഒന്നുകൂടെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് അങ്ങോട്ട് ചാരി കിടത്താൻ പറയണം. എന്താ എന്താ കിഷോറട്ടെ പറയണെന്ന് ചോദിക്കാം. ഇവള് എത്ര വലിയ കാര്യം ചെയ്തിട്ട് വന്നിരിക്കുന്നെന്ന് അറിയാവോ? എന്ത്? ഇവള് ഒരു കമ്പ്യൂട്ടർ സെന്റർ ഞങ്ങളുടെ പേരിൽ എഴുതി മാറ്റിയിട്ടുണ്ടെന്ന് പറയണം. കമ്പ്യൂട്ടർ സെന്ററോ? അതെ, ഇനി ഒരു കാര്യം ചെയ്യാം, നിനക്ക് അവിടെ പോയിരിക്കാം, ചെയർമാനോ വൈസ് ചെയർമാനോ ഒക്കെ ആയിട്ട് ഫോട്ടോസ്റ്റാറ്റോ DTPയോ എന്ത് വേണേലും എടുക്കാം. അങ്ങനെ നല്ല സ്ഥാപനം നിന്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു പറയണം. എന്തൊക്കെയാട്ടെ ഏട്ടനെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കിഷോറിന്റെ അമ്മ പറഞ്ഞു, എന്താടാ മോനെ, എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കണം. എന്റെ അമ്മേ, ഇവള് നമ്മളെ ചതിക്കുക ചെയ്തേ. AGM IT സൊല്യൂഷനാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റ് കട ഇവളുടെ പേരിലേക്ക് ഇവളെ എഴുതി മാറ്റി. എന്നിട്ട് ഇവള് 20 കോടി രൂപ തട്ടിയെടുത്തു. ഇവളോടൊപ്പം ഗീതവും ഗോവിന്ദും എല്ലാരും കൂടെ ചേർന്ന് പറയണം. ദൈവമേ, എന്തൊക്കെയാടി കേടക്കണേന്ന് ചോദിക്കണം. എന്നാലും എങ്ങനെ എന്റെ കുഞ്ഞിനോട് ഈ ചതി ചെയ്യാൻ നിനക്ക് തോന്നിന്ന് പറയണം. അതെ, ചതിച്ചെന്നോ? നിങ്ങൾ ഒരിക്കലും ചതിച്ചിട്ടൊന്നുമില്ല. ദേ, ആ കമ്പ്യൂട്ടർ സെന്റർ നിങ്ങളുടെ മോന്റെ പേരിൽ ഞാൻ എഴുതി കൊടുത്തില്ലേ, അതിന്റെ പോലും ആവശ്യമില്ലായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതിച്ച ആരാ? ഇവനാ എന്നെ ചതിച്ച ഇത്രയും കാലം. പിന്നെ എന്നിട്ട് ഇവനെ ഞാൻ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? എന്റെ വയറ്റി വരുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഇവന്. അത് മാത്രമല്ല, ഇവനെ ഞാൻ ഒരിക്കലും ഒത്തിരി അധികം സ്നേഹിച്ച് വിവാഹം കഴിച്ചതാ. ഒരിക്കലും ഈ ബന്ധം തകരാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാന്ന് പറയണം. ഓഹോ, അപ്പൊ എല്ലാം നീ മനഃപൂർവ്വം ചെയ്തല്ലേന്ന് ചോദിക്കണം. നീ ഒരിക്കലും ഗതി പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞാണ്ട് അവരുടെ പ്രാഗുവാണ് കിഷോറിന്റെ അമ്മ. പെട്ടെന്ന് തന്നെ അപർണ പറഞ്ഞു, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? നിങ്ങളുടെ മോന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ. നിങ്ങളുടെ മോൻ എന്നോട് ചെയ്തതിന്റെ 4 പോലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയണം. എന്നിട്ട് ശ്രീജയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വാടി ഇവിടെ, നമുക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണം പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അപർണയെ പുറകെ ചെന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ പറയല്ലേ, നിങ്ങളുടെ മോന്റെ കള്ളത്തരങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലാക്കി തന്നിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ? കാരണം മോനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ ശ്രമിക്കണ്ടേ? അതിന് പകരം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൂടെ നിൽക്കുവാണ് ചെയ്യേണ്ടി നിൽക്കും. നീ കൂടുതലൊന്നും പറയണ്ട, എല്ലാം ഇപ്പം മനസ്സിലായെന്ന് പറയാണ്. ഈ സമയത്ത് കിഷോർ പറഞ്ഞു, ഇതിന് വെറുതെ ഞാൻ ഇരിക്കില്ലടി, ഇതിന് ഉറപ്പാടി ഞാൻ പകരം വിട്ടു, എന്നാലും ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു പറയാണ്. പെട്ടെന്ന് തന്നെ ശ്രീജ പറഞ്ഞു, ചതിയോ? എന്റെ ഏട്ടാ, ഇത് മനഃപൂർവ്വം ഇവള് ക്രിയേറ്റ് ചെയ്ത കാര്യമായിരിക്കും. ആ അജാസുമായിട്ട് പ്രണയസല്ലാപത്തിൽ മുഴുകാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയണം. പറഞ്ഞ് തീരുവല്ല, ഒറ്റ അടിയായിരുന്നു ശ്രീജയുടെ കർണം പൊത്തി. അവർണിയ, നീ മിണ്ടിപ്പോയേക്കോ, ഒരക്ഷരം മിണ്ടിയിട്ടുണ്ട് പറഞ്ഞ കേട്ടല്ലോ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണാന്നോ? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റിയെന്ന് പറയണം. പെട്ടെന്ന് ശ്രീജയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, നീ എന്റെ മോളെ തല്ലുവല്ലേന്ന് ചോദിക്കണം. തല്ലും, ഇനി തല്ലുവാണ് വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുന്നു പറയണം. ഇവിടെ അങ്ങനത്തെ വൃത്തിയുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അറിയാലോ. ഇന്ന് വരെ ഞാൻ ആരുടെയും പുറകെ പോയിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ മകന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ വരുവേ ചെയ്തേ. അറിയാലോ, ഇനി കൂടുതലൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറയാണ്. പെട്ടെന്ന് ശ്രീജയോട് അവരുടെ കിഷോറിന്റെ അമ്മ പറഞ്ഞു, ബാ മോളെ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ. അമ്മ എങ്ങോട്ടാ പോകാൻ നോക്കുന്നേ? എങ്ങോട്ട് പോയാലും നിനക്ക് എന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് ശ്രീജ നിന്ന് കിഷോറിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വായേട്ടാ, നമുക്ക് ചെറുതാണെങ്കിലും നമുക്കൊരു വീടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവരുടെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് ഡ്രസ്സൊക്കെ പായ്ക്കാനാണ് പോവാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അപർണയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഇത്രയും കാലം താൻ ഇവരെ സ്നേഹിച്ച് കൂടെ കൊണ്ടുവരണം, എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ഇവരെ തന്നെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും അപർണയെ ചെന്നിട്ട് പറഞ്ഞു, അതമ്മേ പോവല്ലേ, എന്ത് മാപ്പ് വെള്ളം ഞാൻ പറയാം. ഇതേ അറിയാലോ, നിങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്യും ഞാൻ? നീ എന്ത് വെള്ളം ചെയ്തോടി, അതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അറിയാലോ, നീ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. ഈ ഞാനാ പറയണേ, നിനക്ക് എന്ത് വേണല്ലോ ആവാലോ. എന്റെ മോനോട് അത്ര വലിയ ചതിയല്ലേ നീ ചെയ്തേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടും പറഞ്ഞു, അമ്മയുടെ മോന്റെ നല്ലതിന് വേണ്ടിയാ ഞാനൊക്കെ ചെയ്തേ, ഒരിക്കലും തകർന്നു കാണാനല്ല. അമ്മയ്ക്ക് ഇത് ഇപ്പൊ മനസ്സിലായില്ലേ, പിന്നെ എപ്പോഴേലും മനസ്സിലാവുമെന്ന് പറയാ. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. നിന്നെ പോലെ ഒരു
പെണ്ണെ ഞാൻ ജീവിതത്തെ ഞാൻ കണ്ടില്ലെന്ന് പറയാണ്. നീ വാടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിന്റെ കൈ പിടിക്കുവാണ്. അങ്ങനെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ കിഷോർ വെല്ലുവിളിച്ചു. അതെ, നീ കണ്ടോടി, നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഈ കിഷോർ ആരാ നീ അറിയാനായിട്ട് പോകുന്നുള്ളൂ. നിന്നെ ഞാൻ കണ്ടു പഞ്ഞിക്കിടുന്ന ഒരു ദിവസം വരും. കിഷോറിന്റെ അടുത്താ നീ കളിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് കിഷോർ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും എന്തെന്നില്ലാത്ത സങ്കടം അപർണയ്ക്ക് വന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അപർണ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പിന്നെ അകത്തേക്ക് കയറിപ്പോയാലും അപർണയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളാണ് കടന്നു വരുന്നത്. ആദ്യമായിട്ട് താൻ കിഷോറിനെ കണ്ടതും പരിചയപ്പെട്ടു, പിന്നീട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും, അതിനുശേഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം, എന്നിട്ടോ ഇന്ന് ഈ വിധം വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് സഹിച്ചില്ല. അപർണയുടെ കണ്ണുകൾ അറിയാതെ നനഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. അപർണ അവിടെ ഇരുന്ന് പൊട്ടിക്കരയോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ഇതിന് ശേഷം ഇനിയിപ്പം ബാലന്റെ ഗോമതിയെ ബാക്കി എല്ലാവരുടെയും വിശേഷങ്ങൾ, സേതുവിന്റെ പല്ലവിയുടെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ വിശേഷങ്ങളെല്ലാം ചാനലിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് തന്നെ ഞാൻ ബാക്കി എല്ലാവരുടെയും വിശേഷം, ഗൗതമത്തിന്റെ, അളകനന്ദയുടെ, ആദർശിന്റെ, നയനയുടെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.